എല്ലാവർക്കും ഒരു ഹായ് പോയി എന്നാണ് പോകുന്നത് സോൾഗേറ്റ് 2 എന്നാണ് ഇവിടെ എപ്പിസോഡ് 81. ഓക്കെ പോയി എപ്പിസോഡിന്റെ ആദ്യം തന്നെ സൺമൂൺ സോൾഗേറ്റ് ടൂർണമെന്റ് ഫൈനല് അതിനായിട്ട് 3 മെയിൻ അലയൻസ് അണ്ടർഗ്രൗണ്ടിലുള്ള ടീംസിന് വിളിക്കണം. ഔഡ് ചാമ്പർ, ട്രിവൽ അലയൻസ്, അവസാനം സൺസെറ്റ് വാട്ടർ അലയൻസ്. അതുപോലെ തുടങ്ങുന്നതിന് മുൻപ് അവരുടെ ഹോസ്റ്റ് ആയവരെ വിളിക്കുന്നുണ്ട്. 2 അലയൻസിലെ റെപ്രസെന്റ് 3 അലയൻസിലെ റെപ്രസെന്റ് ആയ ആൾക്കാർ നനോങ് വാങ്ങും, ആലിട്ടോങ്ങും അതുപോലെ ശെങ്കുവാൻ വൈനർ എന്ന് പറയാം. ഞാനോങ് അവരോട് നമ്മളാണ് ഹോസ്റ്റെങ്കിലും വിന്നർ സൺസെറ്റ് വാട്ടർ അലയൻസ് തന്നെയാകും. അതിന് ആൻലിട്ടോങ് നമ്മുടെ ബെസ്റ്റായ സോൾ ഗൈഡ് മാസ്റ്റേഴ്സിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ജയിക്കുന്ന ആൾക്ക് 100 മില്യൺ ഗോൾഡ് കോയിനാണ്. അതുകൊണ്ട് എല്ലാവരും അതിശയിച്ചു പോയി. 100 മില്യൺ എന്ന് പറയുന്നത് അത്ര ചെറുതൊന്നുമില്ല. വെയിനറപ്പോൾ നമുക്ക് അത്ര ഒന്നും തരാനില്ല, നമ്മളത്ര റിച്ച് അല്ല. എന്നാൽ അതിനേക്കാൾ ബെറ്ററായ ഒന്നുണ്ട്, ബ്യൂട്ടീസ്. ഇപ്രാവശ്യം ഏൻഷ്യന്റ് ബ്ലഡ് ലൈനുള്ള ഡ്രാഗൺ മെയ്ഡൻസ് അവരെയാണ് തരാൻ പോകുന്നത്. അതെന്താണെന്ന് കായിട്ട് ചെയ്തിട്ടുമ്പോൾ അത് ഹാഫ് ബീസ്റ്റും ഹ്യൂമനും കൂടി ചേർന്ന ക്രീച്ചറാണ്. അവരുടെ ഉള്ളിലെ ബ്ലഡ് ലൈൻ, ഡ്രാഗൺ ബ്ലഡ് ലൈൻ ഉണ്ട്. അവർക്ക് സോൾ ഗൈഡ് മാസ്റ്റേഴ്സിനെ അവർക്ക് കൾട്ടിവേഷൻ ചെയ്യാൻ ഹെൽപ്പാകും. എങ്കിലും മാർഷൽ സോള് എവോൾവ് ചെയ്യാൻ കഴിയും. അതുപോലെ ഡ്രാഗൺ ബ്ലഡ് ലൈൻ കൂടി കിട്ടുകയാണെങ്കിൽ 9ാമത്തെ സോൾ റിങ് അതിന് വളരെ ഉപകാരമാവുകയും ചെയ്യും. ഈ ലോകത്ത് അങ്ങനെ ഡ്രാഗൺ മെയ്ഡ് അതുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല, നീ ഇങ്ങനെ ആകുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് വെയിനറിനോട് അത് കേട്ട് കലിപ്പ്. യുഹാവ് മനസ്സിലാ. ഔഡ് ചാമ്പറിന് പിറകിലെ മിലിറ്ററി, സൺസെറ്റ് വാട്ടർ അലയൻസിന് പിറകിലായിട്ട് റോയൽ ഫാമിലി, ട്രിവൽ അലയൻസിന്റെ പിറകിലായിട്ട് നോബിൾ വിങ്ഡു, അങ്ങനെയുള്ളവർ ഈ അണ്ടർഗ്രൗണ്ട് എംപയറിലെ റെയർ മെറ്റൽസ് അത് സ്മഗ്ലിംഗ് ചെയ്യുന്നുണ്ട്. യുഹാവിനോ ഒക്കെ വിളിച്ചിട്ട് സൺസെറ്റ് വാട്ടർ അലയൻസിന്റെ പ്രൗഡ് അവരുടെ കയ്യിലാണ്, ജയിക്കുകയാണെങ്കിൽ വേറൊന്ന് വിന്നറിന് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു പെട്ടി. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് തുറന്ന് കാണിക്കണം. അതിനുള്ളിൽ ലെവൽ 9 സോൾ ഗൈഡിങ് ക്യാനോൺ അതായിരുന്നു. ഇതുകൂടാതെ അവരുടെ ചീഫ് ജഡ്ജി മറ്റൊരു അൾട്ടിമേറ്റ് ഗിഫ്റ്റ് കൂടി കൊടുക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. ചെന്നാൻ അവരുടെ ചീഫ് ജഡ്ജിനെ എല്ലാവർക്കും വേണ്ടി വെൽക്കം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു. ജിയോലിൻ എന്ന പേരുള്ള ലെവൽ 9 സോൾ ഗൈഡ് മാസ്റ്റർ സ്റ്റാർ സ്കൈ എന്നാണ് വിളിക്കുന്നത്. അവിടെ പെട്ടെന്ന് സ്റ്റാർസ് ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പോലെ അങ്ങോട്ടൊരാൾ വന്നു. അയാളാണ് ജിയോലിൻ. യുഹാവ് അയാളെ കണ്ട് അതിശയിച്ചു പോയി. അയാളൊരു സൺമൂൺ എംപയറിലെ റോയൽ ആയ ആള് തന്നെയാണ്. അവരോട് പേരൊക്കെ പറഞ്ഞിട്ട് വിന്നറിനായിട്ട് ഒരു ഗിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് എടുക്കുന്നു. അത് ബ്രൈറ്റ് ലൈറ്റ് വന്ന് പെട്ടെന്ന് അത് മാറി നോക്കുമ്പോൾ ഒരു വലിയ ഭീമാകാരമായ ഒരു സോൾ ഗൈഡ് ടൂള്. അത് ലെവൽ 9 ആണ്. ഇതെന്റെ മാസ്റ്റർ പീസാണ്. ഇതിന്റെ പേര് സൺമൂൺ നീഡില്. ഇതിന്റെ വലിപ്പം തന്നെ കണ്ടല്ലോ. ഇതിന്റെ മുൻപിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സൺമൂൺ എംപയറിലെ ദ്രോഹികളെ ഇത് വെച്ച് ശിക്ഷിക്കാൻ കഴിയും. ഷൂട്ട് യൂലിനോട് മുൻപ് ടാങ്കോ എന്ന ഒരാള് അത് യുഹാവയാണെന്നും അവന്റെ ടാലന്റ് വളരെയധികമാണെന്നും നമ്മുടെ എംപയറിലല്ല, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അവസരം കിട്ടിയാൽ കൊന്നുകളയാനായിട്ട് പറയുന്നുണ്ട്. ഇത് 1600 മീറ്റർ ചുറ്റളവിലുള്ളത് അറ്റാക്ക് ചെയ്ത് 30 കിലോമീറ്റർ വരെ അതിന്റെ സ്ട്രൈക്ക് എഫക്റ്റ് കാണുകയും ചെയ്യും. അവരുടെ മാച്ച് ഒഫീഷ്യലായിട്ട് തുടങ്ങി 3 മണിക്കൂറാണ് ടൈം എന്ന് പറയുകയാണ്. എല്ലാവരും ഉണ്ടാക്കാൻ തുടങ്ങി. യുഹാവ ഔട്ടർ പാർട്ടാണ് ഉണ്ടാകുന്നത് എന്ന് നിന്നും. ഈ സമയം ഷൂട്ട് ചെയ്യാൻ്റെ അടുത്ത് ജ്യൂസ് അവളോട് ഫൈനൽ കാണാൻ പോകുന്നില്ല, നിനക്കത് ഇഷ്ടമാണല്ലോ എന്നതിന് അവൾക്ക് കൂടെ നൽകാനാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. നീ ഉള്ളപ്പോൾ ഞാൻ ഹാപ്പിയാണ്, നമുക്ക് മൂണിനെ കാണും എന്ന് പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് അവിടെ ആകാശമൊക്കെ മാറാനായിട്ട് തുടങ്ങി. വളരെ സ്ട്രോങ് ആയ ഔറ അത് വരാനായിട്ട് തുടങ്ങി. ഫോളിഷായ ആൾക്കാർ ഫോളിഷായ ഡിസിഷൻ എടുത്തു എന്ന് ഷൂട്ട് ചെയ്യാൻ. സംഭവം എന്താണെന്ന് 99 ലെവലുള്ള ഹോളി ഡാർക്ക് ഡ്രാഗൺ എന്നറിയപ്പെടുന്നു ലോങ് ഷാവിയാവോ ആളിനെ അറ്റാക്ക് ചെയ്യാൻ ഡൂബുസൈ ഷുവാനും. ഡൂബുസൈ ലോങ് ഷാവ് അയാളോട് നിനക്ക് നാണമില്ലേ, പട്ടിയെ പോലെ പിറകെ പോവാൻ. അതിന് തിരിച്ച് മൂന്നായിട്ടുള്ള ഫൈറ്റിന് ശേഷമാണ് നിന്റെ ബ്രദർ ഡെഡായത്. എന്നിട്ട് സ്ട്രക്കിന്റെ ഒപ്പം ചേർന്നു. അത് കേട്ട് ദേഷ്യം വന്നിട്ട് ഞാൻ ടയാൻഡോ എംപയറിന്റെ കൂടെയാണ് ചേർന്ന്. നമ്മുടെ ഹോംലാൻഡ് നശിപ്പിച്ചത് സൺമൂണാണ്. എന്നിട്ട് നീ അവരുടെ കൂടെ ചേർന്ന്. അതിന് എല്ലാവർക്കും അവരുടേതായ പാത്തുണ്ട് എന്ന് തിരിച്ച് നീ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു വരുമ്പോൾ അറ്റാക്കിന് എന്ന പോലെ അവരുടെ സോൾ റിങ്ങൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് നേരെ വരുന്നുണ്ട്. ഇത് കണ്ട് നിൽക്കുകയാണ് ഷൂട്ട് ചെയ്യാൻ. അവരുടെ ഫൈറ്റ് ആ സമയം നടക്കുന്നുണ്ട്. രണ്ടുപേരും നോക്കിയിട്ട് ലോങ് ഷബിയോന് ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ എൻ്റെ ഓപ്പോണന്റ് ആകാൻ പോലും ക്വാളിഫൈ ഇല്ല. ഷൂട്ട് ചെയ്യുന്നപ്പോൾ ലോങ് ഷബിയോ ടോപ്പ് വാരിയർ തന്നെ സ്ഥാനം ലഭിക്കാൻ അയാൾക്ക് നല്ല യോഗ്യതയുണ്ട്. 98 ലെവലുള്ള 2 പേരെ ഒറ്റയ്ക്ക് എതിർക്കുന്നു. എന്നിട്ട് പിറകോട്ട് പോകുന്നില്ല. അതിനുശേഷം അവരുടെ മാർഷൽ സോൾ ഫോം എടുക്കുന്നുണ്ട്. ഷുവാന്റെ നമ്മൾ കണ്ടതാണ്. ഇന്ന് ഡോബൂസയുടെ എപ്പോഴാണ് കാണിക്കുന്നത് 2 സെക്കൻഡ് അവൈക്കണിങ് ചെയ്ത് അത് ഗോൾഡൻ കളറിലായതാണ്. അതായത് ആ റെയറായ ആ ലെവല് ഡോബൂസയുടെ ഇത് ബോഡിയാകണം. മാർഷൽ സോള് വലിയ ബോഡി ആയിട്ട് മാറി. രണ്ടുപേരും കൂടി പിന്നെ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ സമയം ഫൈനൽ മാച്ച് പോകുന്നുണ്ട്. യുഹാവ് ഔട്ടർ ഷെല്ലിന്റെ സ്ലോയിൽ ചെയ്യുന്നത് കൊണ്ട് ഇവനാണോ വലിയ ടാലന്റ് ഉണ്ടെന്ന് പറഞ്ഞ് വളരെ സ്ലോ ആയിട്ടാണല്ലോ ചെയ്യുന്നത് എന്ന് യൂലിൻ. എന്നാൽ യുഹാവയ്ക്ക് മറ്റൊരു പ്ലാൻ ആയിരുന്നു. അവന്റെ സ്പിരിച്വൽ പവർ യൂസ് ചെയ്ത് സ്പിരിച്വൽ ബോഡി സ്പ്ലിറ്റ് ആക്കി മറ്റൊരു പ്ലേസിലേക്ക് പോവുകയാണ്. ഒരു ഓപ്പറേഷന് വേണ്ടി പുറത്ത് ഫൈറ്റ് നടക്കുന്നുണ്ട്. ടീം കാത്തു നിൽക്കുന്നു. അങ്ങോട്ടാവും വന്നു. അവനെ തൊട്ട് നോക്കിയത് സ്പിരിച്വൽ ബോഡിയാണ്. അവന്റെ ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ ലെവലിലേക്ക് അവൻ പെട്ടെന്ന് തന്നെ എത്തി. കാരണം ടൈമിങ്ങിന്റെ മെന്റൽ പവർ അല്ലെങ്കിൽ സ്പിരിച്വൽ പവർ അതിന് കാരണം മില്യണിയർ ആണല്ലോ. അതിനുശേഷം അവർ പോകുന്ന കഴിഞ്ഞ എപ്പിസോഡിൽ യൂസാൻഷെ കണ്ടുപിടിച്ച പ്ലേസിലേക്ക് അവിടെ ഉള്ള ഗാർഡ്സിന്റെ ഒക്കെ കണ്ണുവെട്ടിച്ച് യുഹാവയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ കാണാൻ അത് ആഗ്രഹമുണ്ടെങ്കിലും
ഇപ്പോഴുടെ അവസരം അത് പിന്നെ കിട്ടില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ വിട്ടു പോവുകയാണ്. അവിടെ എത്തി ആൾറെഡി അവിടെ ഒരുപാട് ഗാർഡ്സ് ഉണ്ട്. അവിടെ ഉള്ള ലീഗിനോട് ഒരാൾ വന്നിട്ട് പാലസിലേക്ക് ഇനി കുറച്ച് ഗാർഡ്സിന് വേണമെന്ന് പറഞ്ഞ് അവർക്ക് പോയേ പറ്റൂ. ശരി ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് വിട്ടു. എന്നിട്ട് തിരിച്ചു വിളിച്ചിട്ട് എന്തോ ചോദിക്കുന്നുണ്ട്, അതിന് പാരമായിട്ട് എന്തോ പറയുന്നുണ്ട്. യഹോവ സ്പിരിറ്റായി യൂസ് ചെയ്ത് അത് മനസ്സിലാക്കി. എന്നാൽ അത് എന്തിനാണെന്ന് മനസ്സിലായില്ല. അവർ പോയപ്പോഴാണ് അയാളുടെ തനി സ്വഭാവം കാണിക്കുന്നത്. അയാൾ ഒരു ചാരനാണ്. അവിടെ ഉള്ളതൊക്കെ കൊണ്ടുപോകേണ്ടി നോക്കുന്ന രീതിയിലാണ്. ബാങ്ക്യൂറിനെ വിട്ട് അയാൾ ഓരോ ഡയലോഗ് അടിച്ച് പോകുമ്പോഴാണ് അത് വേണം എന്ന പോലെ ഒറ്റ കുത്ത്. അയാൾ ഡെഡ്. അയാളുടെ കയ്യിൽ നിന്നും ആ കീ എടുത്ത് ജീച്ചനോടും നനയോടും ഇവിടെ ആരെങ്കിലും വരുന്നതെന്ന് സിഗ്നൽ തരാനായിട്ട് നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. അഥവാ ആരെങ്കിലും വരികയാണെങ്കിൽ സിറ്റിലിട്ട് പോകാനും പറയുന്നുണ്ട്. അവിടെ യൂസ് അടിച്ച് നനെ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവര് അകത്തേക്ക് പോകുന്നുണ്ട്. ആ കീ തുറന്ന് അകത്തേക്ക് പോയി. അകത്താകട്ടെ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെയാകാൻ ചാൻസ് ഇല്ല. വാങ്ങിക്കോർ അപ്പോൾ ഹൈഡാക്കി വെച്ചേക്കും എന്ന് പറയുമ്പോൾ അവന്റെ സ്പിരിറ്റ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് അവിടെ ആകട്ടെ ഒരു വലിയ റൂം തന്നെ ഉണ്ട്. അത് ലോക്കാണ്. ഒട്ടിക്കാൻ ശ്രമിച്ച എന്തെങ്കിലും പണിയാകുമെന്ന് മനസ്സിലാക്കി. അപ്പോഴാണ് മുൻപ് ആ ചെവിയിൽ പറഞ്ഞത് നമ്പർ പോലെ ഉള്ളത്. യുഹാവ് അത് ഓർത്തെടുത്ത് അവർ സംസാരിച്ചത് മനസ്സിലേക്ക് എടുത്തിട്ട് 2018 ബാങ്ക്ടോങ്ങിനോട് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അവൾ ചെയ്ത് അതോടെ അത് ഓപ്പണായി. റെയർ മെറ്റൽസ് ഇരിക്കുന്ന സ്പോട്ട് അവർ കണ്ടുപിടിച്ചു. ഫൈനലിലേക്ക് വന്ന യുഹാവ ഇപ്പോഴും അത് ഉണ്ടാക്കുകയാണ്. ബാക്കിയുള്ള ഒരു കോറായി അത് പെട്ടെന്ന് ഉണ്ടാകുന്നു. എന്ന് യുഹാവ ഇപ്പോഴും ഔട്ടർ പാർട്ട് ഉണ്ടാകുന്നുള്ളൂ. സൺസെറ്റ് വാട്ടർ അലയൻസിന്റെ വൈസ് ലീഡർ വന്നു ആ ഫൈറ്റിന്റെ കാര്യം പറയും വരുമ്പോൾ അത് മൈൻഡ് ആക്കണ്ട. അതുകൊണ്ട് ഹോളി സ്പിരിറ്റ് ചർച്ച എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് തീർക്കണം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കണക്കെ ബൈ.